PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തും. ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ PSC ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. PSCയുടെ മറ്റ് പല പരീക്ഷകളിലും നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് 90 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. ബിനോയിയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ അടക്കം വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. കൂടാതെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അടക്കം അന്വേഷണം നീങ്ങുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിപുലമായ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. ഇതിൽ PSCയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിരിക്കുന്നു, അല്ലെങ്കിൽ PSCയെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നാണ് ആ FIR പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒപ്പം വഞ്ചന നടന്നിരിക്കുന്നു. ഇത്തരത്തിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ട അന്വേഷണമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും PSC ബോർഡ് അംഗങ്ങൾ, ചെയർമാൻ, ഒപ്പം PSC പരീക്ഷ നടത്തിക്കുന്ന പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നുള്ള മൊഴികൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇന്നലെ ഒരു ആദ്യ FIR തയ്യാറാക്കിയത്. ഈ FIRമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പരാതി നൽകിയ ഉദ്യോഗാർത്ഥിയിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഈ 2 വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ആദ്യ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ആസൂത്രണ ബോർഡിലെ ഇൻഫ്രാസ്ട്രക്ചർ ചീഫ് തസ്തികയിലേക്കായിരുന്നു അന്ന് പരീക്ഷ നടന്നത്. ആദ്യ എഴുത്തു പരീക്ഷയിൽ നിന്നുള്ള 9 മുതൽ 18 വരെയുള്ള 10 ചോദ്യങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് പരാതിയായി ഉദ്യോഗാർത്ഥി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 58 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതായത് ഡിസ്ക്രിപ്റ്റീവ് വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളുടെ മറുപടിയിൽ മൂല്യനിർണ്ണയം നടന്നിട്ടില്ല എന്നായിരുന്നു പരാതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട പരിശോധനയിൽ അത്തരത്തിൽ മൂല്യനിർണ്ണയം നടന്നിട്ടില്ല എന്ന് തന്നെ മനസ്സിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷാ പേപ്പറും അതുപോലെ തന്നെ മാർക്കുമെല്ലാം തന്നെ ഈ ഉദ്യോഗാർത്ഥിക്ക് വിവരാവകാശ പ്രകാരം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവിധ മാധ്യമങ്ങളിൽ വാർത്തയാവുകയും പിന്നീട് ഇത് അന്വേഷിക്കാൻ സർക്കാർ തന്നെ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴാണ് ഇതിൽ വലിയ തരത്തിലെ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നത്. അതായത് ഈ 1ാം റാങ്ക് ലഭിച്ച ആൾ പ്രധാനപ്പെട്ട 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി എഴുതാത്ത സാഹചര്യത്തിലാണ് മൊത്തം പേപ്പറുകളിലെയും 9 മുതൽ 18 വരെയുള്ള ഉത്തരങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്താതെ അഭിമുഖ പരീക്ഷയിലേക്കുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. ഇതുവഴി ആ ഉദ്യോഗാർത്ഥി, അതായത് ഇപ്പോൾ നിയമനം കിട്ടിയിരിക്കുന്ന ഉദ്യോഗാർത്ഥി നേരത്തെ ഒരു ഇടത് സംഘടനാ പ്രവർത്തകനായിരുന്നു. ആ ഇടത് സംഘടനാ പ്രവർത്തകന് ജോലി തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ നീക്കങ്ങൾ നടത്തിയത് എന്ന് ഇപ്പോൾ PSCയിലെ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഇപ്പോൾ SIT പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗൂഢാലോചനയിൽ ആരൊക്കെയാണ് പങ്കാളികളായത്, ഇതിൽ PSC അംഗങ്ങളുടെ ഇടപാട് എത്രമാത്രമുണ്ട്, അവർ ഏതൊക്കെ തരത്തിൽ ഇതിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ PSC ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. നേരത്തെ തന്നെ ഉദ്യോഗാർത്ഥി അയാൾക്ക് പറയാനുള്ളതെല്ലാം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ പറഞ്ഞിരുന്നു. കാരണം ആ പരീക്ഷ രാഷ്ട്രീയ നിരീക്ഷകനായ BN ഹസ്കർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഹസ്കർ. ഇപ്പോൾ ഈ ഒരു പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ അടക്കം വിപുലപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. ഉദ്യോഗസ്ഥരടക്കം ചോദ്യമുനയിലേക്ക് എത്തുന്ന സമയമാണ്. എങ്ങനെ വിലയിരുത്തണം ഈ ഒരു അന്വേഷണത്തെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി വീഴ്ചയും? നമ്മുടെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയും അന്വേഷണം വളരെ കൃത്യമായി അതിൽ PSCയിലെ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരിലേക്ക് വരെ, അല്ലെങ്കിൽ PSCയിലെ ചെയർമാൻ അടക്കമുള്ള PSCയുടെ നിയന്ത്രണം ഉള്ള ആളുകളിലേക്ക് വരെ ഈ വിഷയം എത്തുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് ആ തെറ്റ് ചെയ്ത ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ദൗത്യം ഇക്കാര്യത്തിലുണ്ട്. കാരണം നമുക്കിന്ന് ഇന്ത്യയിൽ യുവാക്കൾ ആകമാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത്തരം മത്സര പരീക്ഷകളുടെ വിശ്വാസ്യതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം അത് നിലവിൽ വന്നത് കാലം മുതൽ
നാളിതുവരെ കുറ്റമറ്റ പ്രവൃത്തികളാണ് ചെയ്തു വന്നിരുന്നത് എങ്കിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ആ ഭരണഘടനാ സ്ഥാപനം പോലും സംശയത്തിന്റെ മുനയിലേക്ക് നിൽക്കുന്ന തരത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അത് നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നിയോഗിച്ചിരുന്ന PSC അംഗങ്ങൾ ചെന്നെത്തപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഉന്നത മത്സര പരീക്ഷകളിൽ വളരെ കൃത്യമായി PSC ഇടപെടലുകൾ നടക്കുന്നു എന്ന ഇതിന്റെ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു അന്വേഷണം സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. ആ അന്വേഷണം സ്വാഗതാർഹമാണ്. അത് അതിന്റെ കൃത്യതയിലേക്ക് പോകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. അതിൽ ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് ഈ അന്വേഷണ സംഘത്തിന് കഴിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ്. അതാണ് ഇരിക്കും കേരളത്തിലെ യുവാക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ സംസ്ഥാന ഗവൺമെന്റിന്. കാരണം യുവാക്കളെ ചേർത്തുപിടിക്കേണ്ട അവസരത്തിൽ അവരുടെ ഭാവിയെ കരുതി കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഇപ്പോൾ ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മറ്റു പരീക്ഷകളിലും ഇതുപോലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം നടക്കാനുള്ള സാധ്യത ഉണ്ടാകും. നന്ദി ശ്രീ ഹസ്കർ. എന്തായാലും ഈ ഒരു പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ വിലപ്പെടുത്താനടക്കം ഒരുങ്ങുകയാണ് ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, എന്തായാലും ഈ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയിൽ ഉണ്ടായ ഈ ഒരു വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷണം അടക്കം പുരോഗമിക്കുകയാണ്. ഇതുവരെ 90 പരാതികളാണ് ഈ ഒരു പരീക്ഷാ നടത്തിപ്പുമായി ലഭിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയായിരിക്കാം അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുക? നിലവിൽ PSCയുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നടക്കുന്നത് ആസൂത്രണ ബോർഡിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട തസ്തികയിലാണ് ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇത് ഇനി കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യണം. അത് പ്രത്യേകിച്ചും ആ PSCയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ്, ബോർഡ് അംഗങ്ങളെയാണ്. കാരണം ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘം IG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ IG-യും ഒപ്പം തന്നെ ഒരു SP-യും ഒരു DYSP-യും 2 CIമാരും അടങ്ങുന്ന ഒരു സംഘം മാത്രമാണുള്ളത്. പക്ഷേ ഈ ആളുകളെ കൊണ്ട് മാത്രം ഈ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല. വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. അതിന് കാലാവധിയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ ഈ അന്വേഷണം പോകണം എന്നുണ്ടെങ്കിൽ ഈ അന്വേഷണ സംഘം വിപുലപ്പെടുത്തണം. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇതുവരെ വിവിധ PSC നടത്തിയിട്ടുള്ള വിവിധ പരീക്ഷകളെക്കുറിച്ചുള്ള വലിയ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 90-ലധികം പരാതികളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നേരത്തെ PRD-യിലേക്ക് നടന്ന ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ്, ഒപ്പം DYSP തസ്തികയിലേക്ക് നേരിട്ടുള്ള പരീക്ഷകൾ, അതുപോലെ കാസുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ, അങ്ങനെ തുടങ്ങി ചില പ്രത്യേക തസ്തികകളിലേക്ക് PSC വിളിച്ചിരുന്ന അല്ലെങ്കിൽ PSC റിപ്പോർട്ട് ചെയ്തിരുന്ന ചില ഒഴിവുകളുണ്ട്. ആ ഒഴിവുകളിലേക്ക് നടന്ന പരീക്ഷകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അവർ പരാതി നൽകിയിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗാർത്ഥികൾ നൽകിയിരിക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പരാതികളിൽ മുഴുവൻ പരിശോധന നടത്താൻ ഒരു പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി എത്ര നാൾ മുതലുള്ള പരീക്ഷകൾ പരിശോധിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടില്ല. അതൊരു പക്ഷേ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ഈ പരീക്ഷാ ക്രമക്കേടിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാത്ത അന്വേഷണവുമായി മുന്നോട്ട് പോകും. കാരണം ഈ PSCക്കെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന യുവാക്കൾ. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിപുലമായ ഒരു അന്വേഷണം അതുതന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഉള്ളത്. ഈ 90 തസ്തികകൾ അല്ലെങ്കിൽ
PSC നടത്തിയ 90 പരീക്ഷകളിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും പക്ഷേ അതൊക്കെ എല്ലാം ശരിയാകണമെന്നില്ല. ചില പരീക്ഷകൾ ചില അത്തരത്തിൽ ക്രമക്കേടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അതൊക്കെ തള്ളിക്കൊണ്ട് പ്രധാനപ്പെട്ട അന്വേഷണം നടത്തേണ്ട തസ്തികകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് PSC കടക്കും, ഈ പ്രത്യേക അന്വേഷണ സംഘം കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ ഇതിൽ PSCയുടെ പരീക്ഷാ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഇന്ന് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം മുമ്പല്ല ഈ പരാതികൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അഭിമുഖ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നു. ചില അഭിമുഖ പരീക്ഷകളിൽ PSC ചെയർമാൻ തന്നെ അംഗമായി അതിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതികളുണ്ട്. കാരണം യാതൊരു കാരണവശാലും PSC ചെയർമാൻ ഇത്തരത്തിൽ അഭിമുഖ പരീക്ഷകളിൽ പങ്കെടുക്കാറില്ല. അങ്ങനെ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന പതിവാണുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അംഗങ്ങളാണ് സാധാരണഗതിയിൽ ഈ അഭിമുഖ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ വിവാദമായിരിക്കുന്ന ആസൂത്രണ ബോർഡിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചീഫ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് നടന്ന അഭിമുഖ പരീക്ഷയിൽ ഈ പറയുന്ന PSC ചെയർമാൻ പങ്കെടുത്തിരുന്നു എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ നേരത്തെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് ഇതുവരെ തയ്യാറാക്കിയ, അതായത് ഉദ്യോഗാർത്ഥി ചോദിച്ചിട്ടുള്ള ഒരു PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ പലതും ഈ PSC വിട്ടു നൽകാൻ തയ്യാറാകുന്നില്ല. വിവരാവകാശ കമ്മീഷൻ നൽകണമെന്ന് പറയുന്ന രേഖകൾ പോലും PSC വിട്ടു നൽകുന്നില്ല. ചോദ്യപേപ്പർ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ആരൊക്കെയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത്, എത്ര സെറ്റ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി, ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധിയായ ആവശ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു വിവരാവകാശ കമ്മീഷൻ വഴി. പക്ഷേ ഇതൊന്നും നൽകുവാൻ PSC തയ്യാറല്ല. PSC ഇപ്പോൾ പറയുന്നത് അത് ഒരിക്കൽ പോലും PSCയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള രേഖകൾ പുറത്തുവിടുന്ന ഒരു രീതിയില്ല, അത് പൂർണ്ണമായും ഒഴിവാക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, അവർ നിയമ നടപടികളിലേക്ക് PSC പോകുന്നു. കാരണം എന്തിനും ഏതിനും ചോദ്യപേപ്പറും അതുപോലെ തന്നെ ഉത്തരക്കടലാസുകളും വേണം എന്ന് പറയുന്ന രീതി അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ PSC എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനെ ഈ ചോദ്യം ചെയ്ത് കോടതിയിലേക്ക് പോകാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. നിലവിൽ ഇതുവരെ PSCക്കെതിരെ വന്നിരിക്കുന്നത് 90 പരീക്ഷാ നടത്തിപ്പുകളിലെ പരാതികളാണ്. ആ പരാതികൾ ഓരോന്നോരോന്ന് പരിശോധിക്കും. ഒരു പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ കാലതാമസം എടുക്കാനുള്ള സാധ്യതയുണ്ട്. പരാതി നൽകിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ട ആ തസ്തികയിൽ നടന്നിട്ടുള്ള, ഏത് തസ്തികയിലേക്കാണോ നടന്നിരിക്കുന്ന പരീക്ഷ നടന്നിരിക്കുന്ന ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഉത്തരക്കടലാസ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ യത്നം തന്നെ വേണ്ടിവരും. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ആലോചിക്കുന്നത്. ഇതിന് ആഭ്യന്തര വകുപ്പുമായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം വിപുലപ്പെടുത്തും. മാത്രമല്ല, ഇനിയുള്ള ചോദ്യം ചെയ്യൽ പ്രധാനമായും PSCയിലെ ഉദ്യോഗസ്ഥരാണ്. അതിൽ പ്രത്യേകിച്ചും ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മാർക്ക് ടാബുലേഷനുമായി ബന്ധപ്പെട്ട് ജോലികൾ നോക്കിയിരുന്ന ഉദ്യോഗസ്ഥർ, അങ്ങനെ തുടങ്ങിയുള്ള ആളുകളെയാണ് ഇനി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് തന്നെയാണ് IG ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയും വിലയിരുത്തൽ. എന്തായാലും PSCയെ സംബന്ധിച്ചിടത്തോളം PSC ഇപ്പോഴും പറയുന്നത് ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മാത്രവുമല്ല, ഈ ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഉത്തരക്കടലാസുകൾ പരിശോധിച്ച ആളുകൾ അവരുടെ വിവരങ്ങളൊന്നും തന്നെ നൽകാൻ PSC തയ്യാറാകുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള മലക്കം മറിച്ചിലുകൾ PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വിപുലപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.